ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കുറച്ച് തിരക്കിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് എന്താ പറയുക, സ്പെഷ്യലൊന്നുമില്ല. പിന്നെ ഇന്ന് ഉച്ചക്കൻ്റെ മാപ്പിള ചോറിനുണ്ടാവും. അപ്പോൾ ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിൽ ഞാൻ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാനിതാ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞാൻ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ്. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. തലേന്നത്തെ നല്ല അയില മുളയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് കൂട്ടാൻ നല്ല രസമല്ലേ. അങ്ങനെ ചപ്പാത്തിയും ആ മുളയിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ എൻ്റെ മാപ്പിള കൊണ്ടുപോയത് ചപ്പാത്തി പിന്നെ മുട്ട ഓംപ്ലേറ്റാണ്. അങ്ങനെയാണ് കൊണ്ടുപോയത്. മക്കൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഞാൻ മുളയിട്ടുള്ളതുകൊണ്ട് ഞാൻ മുളട്ടയും കൂട്ടി കഴിച്ച്. പിന്നെ ഞാൻ തലേന്ന് കേക്ക് ഉണ്ടാക്കിനേനു. കേക്ക് ഉണ്ടാക്കുന്ന വലിയ ആളൊന്നുമല്ല ഞാൻ, എന്നാലും ചെറുങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഫ്രോസ്റ്റിംഗ് നമുക്കത്ര നന്നാവില്ല. അങ്ങനെ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിന്, വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്രമെല്ലാം കയറ്റി വെച്ചിരുന്നു. അതെല്ലാം ഞാൻ ഇപ്പാന്ന് എടുത്ത് വെക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ പാത്രമെല്ലാം എടുത്ത് വെച്ച് ഇനി അടുത്ത പണി ഇതാ പാത്രം കയറ്റെടുക്കൽ തന്നെയാണ്. രാവിലത്തെ തിന്ന പാത്രവും ചായൻ്റെ പാത്രം എല്ലാം ഉണ്ട് കയറ്റെടുക്കാൻ. പിന്നെ ഈ പാത്രം കഴുകുന്നതിൻ്റെ അടുക്ക് എൻ്റെ ചോറായിരുന്നു വേകുന്നുണ്ട് കേട്ടോ. ചോറ് വാർക്കാനായിട്ടുണ്ട്. ഇനി ഇതാ ഈ പാത്രമെല്ലാം ഈടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചോറ് വാർക്കാൻ. പിന്നെ മീനും മുറിക്കാനുണ്ട്. പിന്നെ അപ്പുറം മോൾ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആ ഭാഗത്ത് പോയിട്ടൊന്നുമില്ല വീഡിയോ എടുക്കാൻ. പിന്നെ ഓൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലീനിങ്ങിൽ കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ അങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നണ്ട, അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പാത്രമെല്ലാം കയറ്റെടുത്ത് ഞാൻ ഇടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത പണി ചോറ് വാർക്കണം. പിന്നെ അതുപോലെ തന്നെ മീൻ മുറിക്കണം. ചോറ് വെന്തിട്ടുണ്ട്, ഇനി ചോറ് വാർത്തിയിട്ട് വേണം മീൻ മുറിക്കാൻ. പിന്നെ ഇന്ന് മീനായിട്ടുള്ളത് അയിലയും ഞണ്ടും. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അത് കൊടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞണ്ടെല്ലാം വൃത്തിയാക്കിയിട്ട് വാങ്ങിയായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയ കാലെല്ലാം ഉണ്ട്. അതൊന്നും പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതെല്ലാം മുറിച്ചിട്ട് വൃത്തിയാക്കണം. പിന്നെ അതിൽ ഞാൻ പുഴുങ്ങൽ റൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയാന്ന് കേട്ടോ. എന്നിട്ട് മുളട്ട് ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് 2-3 എടുത്തിട്ട് ഞാൻ മുറിക്കുന്നതാണ്. അയിലിനെ കൊണ്ട് പുഴുങ്ങൽ റൊട്ടി ഉണ്ടാക്കിയാൽ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയിലിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ മറ്റുള്ള മീനും കട്ടി അതിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. പിന്നെ ഇന്നേതായാലും ഉണ്ടാക്കുന്നില്ല, ഞാൻ നാളെ മറ്റന്നാളെ എങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ മിഞ്ഞാന്ന് മാഞ്ഞാലി ബിരിയാണീൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലേ, അപ്പോൾ അത് ഒരാളുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2-3 ആൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിന്, ഇത് തലശ്ശേരി ബിരിയാണിയും കാട്ടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. തലശ്ശേരി ബിരിയാണീൻ്റെ ടേസ്റ്റ് വേറെ, മാഞ്ഞാലി ബിരിയാണീൻ്റെ അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണീൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി പോലെ തന്നെ ഫേമസ് ആയിട്ട് ഇറങ്ങിയതാണ്. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് അഭിപ്രായം പറയാനെന്ന് വെച്ചാൽ, ഈ മാഞ്ഞാലി ബിരിയാണിനെ കുറിച്ചിട്ട് നമ്മളിപ്പം വലിയ ഹോട്ടലിൽ പോയിട്ട് നെയ്ച്ചോറും പിന്നെ നല്ല ചിക്കൻ മസാല ചിക്കൻ കറി അങ്ങനെയെല്ലാം കഴിക്കുന്നില്ല, ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ബിരിയാണി എന്ന് പറയുമ്പോൾ ശരിക്ക് ദമ്മെല്ലാം ഇട്ടിട്ടല്ല ഉണ്ടാകാൻ, പക്ഷേ ഇത് ദമ്മൊന്നും ഇടുന്നില്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ല ഒന്നൊന്നര ടേസ്റ്റാണ്. എൻ്റെ മാപ്പിളക്കെല്ലാം ഇഷ്ടമായി. എൻ്റെ മാപ്പിള പറഞ്ഞു ഇത് ഇടയ്ക്ക് നീ ഉണ്ടാക്കി തരണേന്നെല്ലാം പറഞ്ഞിന്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് പംകിൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. പംകിന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ അതിൽ മുളകൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് അടുപ്പത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് 2 വിസിലടിഞ്ഞാൽ മതി, പെട്ടെന്ന് വേവും. പിന്നെ അതുപോലെ തന്നെ ഞണ്ടിൽ ഞാൻ മുളകൊടിയും മഞ്ഞളും പിന്നെ ഉപ്പും വെള്ളവും സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം, എന്നിട്ട് മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുക, അത്രേ പണിയുള്ളൂ. ഇനി പംകിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിൽ ഞാൻ പിന്നെ മഞ്ഞൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ പംകിനിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പംകിന് ബന്ധുപോയി കേട്ടോ, ഒരു വിസിൽ അധികം അടിഞ്ഞുപോയി, അതുകൊണ്ട് കുറച്ച് ബന്ധുപോയിട്ടുണ്ട്. എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് മിക്സാക്കിയിട്ട് ഇതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അകാർന്ന് തിളക്കുമ്പോഴത്തേക്ക് ഞാൻ മുളകട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ മുളകട്ടൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലല്ലോ മുമ്പ് ഇട്ടിനിന്ന്, അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ മുളകട്ടത് 2 മാതിരി വെക്കും കേട്ടോ. ഞാൻ വാട്ടിയിട്ടും വെക്കും വാട്ടാണ്ട് വെക്കും. പിന്നെ ഞാനിപ്പം വാട്ടാണ്ടാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഉള്ളിയും പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ടിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ അതിൽ പുളി പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് മുളകൊടിയും പിന്നെ ഉപ്പും
എന്നിട്ട് കലക്കിയിട്ട് വെക്കാൻ, എന്നിട്ട് ചട്ടി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തിളക്കുന്ന സമയത്ത് മീനിട്ട് കൊടുക്കാൻ. അത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ മുളകിട്ടത്. ഇനി ഇതാ ഞണ്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞണ്ടിൻ്റെ വെള്ളം വറ്റാനായിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിയിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താളിച്ചിട റെഡിയായി. ഇനി ഇതിൽ ഉപ്പ് പോരേന് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചട്ടി വെച്ചിട്ട് ഒഴിക്കണം. കടു ചട്ടി വെച്ചിട്ട് ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൽ ലേശം കടു ഇട്ട് കൊടുക്കുക. കടു പൊട്ടിക്കഴിഞ്ഞാൽ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ താളിച്ചിട റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ ഒപ്പം നല്ല മുളകെട്ടെല്ലാം ഉണ്ടെങ്കിൽ ഈ കറിയും പിന്നെ ആ മുളകെട്ടെല്ലാം ഒഴിച്ചിട്ട് ചോറ് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ താളിച്ച റെഡിയായി. ഇനിതാ ഞണ്ട് പൊരിക്കണം. പിന്നെ മുളകെട്ടൻ്റെത് കലക്കി വെച്ചുകൊണ്ട് ബാങ്ക് കാച്ചി വയ്ക്കല്ല വേണ്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ വെണ്ടക്കൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് തിരക്കിട്ട് എടുത്ത വീഡിയോ ഒന്ന്. അപ്പോൾ വറവായിട്ടുണ്ടാക്കുന്നത് ഞാൻ വെണ്ടക്ക വറവാന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞണ്ടിയുടെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി മുളക് ഉണ്ടാക്കണം. മുളകൻ്റെ പിന്നെ കലക്കിയിട്ട് ഒഴിക്കല്ല വേണ്ടു, ചട്ടി വെച്ചിട്ട് ഒഴിക്കല്ല വേണ്ടു. അവിടെ കലക്കി വെച്ചിനല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കടുവിട്ട് കൊടുക്കുമ്പോൾ ലേശം ഉലുവ ഇട്ട് കൊടുത്തത്, അപ്പം മുളകൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കുറേയൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുളക് നമ്മളിപ്പോൾ അയിലയും മത്തിയിലും മുളകിടുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്താൽ നല്ല രസമല്ലേ. തിളക്കുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക. അപ്പോൾ മുളക് ഇടാൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് പാത്രം കയറ്റെടുക്കാനുണ്ട്. കുറച്ച് നല്ല കുറേ ഉണ്ട് കഴുകാൻ. ഇനി ഈ പാത്രമെല്ലാം കയറ്റി കിച്ചണെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ. അങ്ങനെ ഇതാ മുളക് ആയിട്ടുണ്ട്. ഇനി ഇതാ വെണ്ടക്ക അടുപ്പത്താക്കണം. പിന്നെ ഞാൻ വേഗം തന്നെ പാത്രമെല്ലാം കൈ കിച്ചണെല്ലാം വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് മയർക്ക് എത്തിനട്ടാം. പിന്നെ എൻ്റെ നിസ്കാരവും ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും ചോറ് തിന്നാൻ ഇരുന്നത്. അങ്ങനെ ചോറ് തിന്നെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. മയർക്ക് ഇന്നലെ ബേക്കറിയെല്ലാം കൊണ്ടുവന്നിനി. പിന്നെ ഞാൻ മിഞ്ഞാന്ന് പ്ലം കേക്ക് ഉണ്ടാക്കിനെ. അപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി ഇന്ന് ഏതായാലും കടിയൊന്നും ഉണ്ടാക്കണ്ട. ഇന്നലെ കേക്ക് ഉണ്ടാക്കിനല്ല, അപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇന്നലെ കേക്ക് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിന്. പിന്നെ അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളിൽ ഇന്നാന്ന് ഞാൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല കേക്ക് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് കുറേ നാളെ ഞാൻ പൂതി വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എന്താ പറയുക, കേക്ക് നമുക്ക് ഐസിങ് അത്ര അറിയില്ല, എന്നാലും എങ്ങനെയെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇന്നുണ്ടാക്കിയത് പിന്നെ കുറച്ച് കട്ടി കൂടിപ്പോയി. എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് എനിക്ക് ഐസിങ് അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നോക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റ് ചെയ്താൽ ഐസിങ് ശരിയാവില്ല എന്നാണ്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോ അതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതിയേനു. പക്ഷേ ഞാനത് പിന്നെ കേക്കെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ നോക്കിയത്. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുത്തിട്ട് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഇതന്നെ വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റായി പോയതുകൊണ്ട് ആ ഒരു ഇടങ്ങാറ് എനിക്ക് വന്ന്. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഐസിങ്ങിൻ്റെ വീഡിയോ നോക്കിയത്. നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നത് വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റായി കഴിഞ്ഞാൽ ബബിൾസ് എല്ലാം വന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് പിന്നെ ബീറ്റ് ചെയ്യാത്ത ഇതുണ്ടാവില്ല വിപ്പിംഗ് ക്രീം, അത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സായി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ കേക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ നോക്കുന്നതും. അതിന് മുമ്പേ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇടങ്ങാറ് ഉണ്ടാവില്ലേനും. പക്ഷെ ഞാൻ ഇതിന് മുമ്പെല്ലാം ഉണ്ടാക്കിയിന് കേക്ക്. പക്ഷേ ഇത്രയും ഓവർ ബീറ്റ് ആയിട്ടില്ലേനു. അതെല്ലാം പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ ആക്കിയിന്. പക്ഷേ ഇത് ഓവർ ബീറ്റായിപ്പോയി വിപ്പിംഗ് ക്രീം. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക്. പിന്നെ ഇപ്പം മക്കളെ ബർത്ത്ഡേ എല്ലാം ആയാൽ ഞാൻ തന്നെ ഇടയ്ക്ക് ഉണ്ടാക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്ററിയുടെ റെഡിയായി. ഇനി ഞാൻ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിനു. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ തലേന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കിയത്. 2 മുട്ടക്കും പിന്നെ 3 മുട്ടക്കും. എന്നിട്ട് 2 മുട്ടൻ്റെത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് 3 മുട്ടൻ്റെത് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ 5 ലെയർ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്.
പക്ഷെ കണ്ടാൽ 5 ലെയറെന്ന് പറയും ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ ക്രീം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. പിന്നെ ഇളനീർ ഞാൻ തലേന്ന് വാങ്ങി വെച്ചിന്. അപ്പോൾ ഇളനീറും പിന്നെ മിൽക്ക് മെയ്ഡും കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കണം. വിപ്പിംഗ് ക്രീമിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതെല്ലാം അവിടെ ചെയ്ത് വെച്ച് എന്നിതാ വിപ്പിംഗ് ക്രീം അടിക്കലാന്ന് വാനില എസൻസ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാൽ ഇപ്പോൾ അടുത്തന്ന് കേട്ടോ, കുറേയൊന്നും ആയിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശരിക്കും അങ്ങ് പഠിച്ചോളും. പിന്നെ വീഡിയോയിൽ എല്ലാവരുടെ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാലാണ് പഠിക്കാനെന്ന്. ഐസിങ് എല്ലാം ശരിക്ക് ശരിയായി വരണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഐസിങ് ചെയ്യുന്നതൊന്നും അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. പിന്നെ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഐസിങ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും, അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗമായിട്ടേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തിന്നാൻ പൂതി വെച്ചാൽ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നാളൊന്നും ഇങ്ങനെ വെച്ചിരിക്കും ചെയ്യില്ല. എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കാൻ നോക്കൂ. പിന്നെ ഇത് പെട്ടെന്ന് പൂതി വന്നു തിന്നാൻ. കുറേ നാളെ ഞാൻ വിചാരിക്കുന്നു പിന്നെ ഉണ്ടാക്കണമെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ പൂതി വന്നു ഒന്ന് ഉണ്ടാക്കിയാലോ. അങ്ങനെ വേഗം തന്നെ സാധനം വാങ്ങി, ഇളനീർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി. അപ്പോൾ അങ്ങനെല്ലാം ഇതിൻ്റെ സാധനമെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാധനത്തിന് പറയലും കൊണ്ടുവന്നിട്ട് പിന്നെ രണ്ടാമത് അത് ഉണ്ടാക്കലും അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ എന്തെല്ലാം സാധനം നോക്കും, എന്നിട്ടാണ് പിന്നെ എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോളെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. മോളാടുന്ന് എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഇതാ ഒരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് കളർ കൊടുക്കണം. അപ്പോൾ അതിൽ വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് മിക്സാക്കിയിട്ട് ഇതാ ഇതിൻ്റെ മേലെ ഒന്ന് ഐസിങ് ചെയ്യണം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറേ അങ്ങനെ സമയം എടുത്തിട്ടാണ്, കുറേ ടൈം എടുത്തിന് കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത്. ഇനി ഇതിൻ്റെ ഡെക്കറേറ്റും കാര്യങ്ങളെല്ലാം അത് ഒരുവിധം ചെയ്ത് വെച്ച് ഇനി ഇതിൻ്റെ മേലെ ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് പിന്നെ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ഒന്ന് പേരെഴുതിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഞാൻ പേര് തലശ്ശേരി കിച്ചൺ ബ്ലോഗ്സ് എന്നാണ് എഴുതുന്നത്, വെറുതെ ഒന്ന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക്. അപ്പോൾ ഇതാ ഞാൻ മയർക്കാനോട് തന്നെ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. പക്ഷേ ഇതാ കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ല. അപ്പോൾ മൊഞ്ചുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ അഭിപ്രായം പറയട്ടോ, കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.